ഹർഷിന ഇവിടെ ഹർഷിനയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുകയായിരുന്നു. സർക്കാരിന്റെ വാഗ്ദാനങ്ങളെല്ലാം വെറും വാക്കുകൾ ഒതുങ്ങി. കത്രിക നീക്കം ചെയ്ത ഭാഗത്ത് വീണ്ടും ഒരു സർജറിക്കായി 21/5/2024 ചൊവ്വാഴ്ച നാളെ തിങ്കൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇൻഷാ അല്ലാഹ്. 7 വർഷമായി തുടർന്ന വിവിധ തരത്തിലുള്ള ചികിത്സകളാൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തളർന്ന എനിക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ സമൂഹത്തോട്, കേരളത്തോട് താങ്കൾക്ക് വേണ്ടി പണം ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ജോലി ചെയ്തിരുന്ന, അത്യാവശ്യം ബിസിനസ് ചെയ്തിരുന്ന ഒരു മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയാവുന്ന ഒരു ഗണത്തിൽപ്പെടുന്നവരാണ്. ചികിത്സാ സഹായം കേരളത്തോട് ആവശ്യപ്പെടാനുള്ള കാരണം എന്താണ് ഹർഷീന? 7 വർഷത്തോളമായി ഞാനിപ്പോഴും ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുക. അതായത് 7 വർഷം 2017 ലാസ്റ്റ് സിസേറിയനിൽ തുടങ്ങിയ വേദനകളും പ്രയാസങ്ങളും മാറി മാറി വിവിധ ഹോസ്പിറ്റലുകൾ, വിവിധ തരം ചികിത്സകളാണ്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ലല്ലോ. അങ്ങനെ തുടങ്ങിയിട്ട് ഞങ്ങൾ ബിസിനസ്സുമായിട്ട് കൊല്ലത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ബിസിനസ്സും എല്ലാം നിർത്തി ഇപ്പോൾ ഞങ്ങൾ ഒരു 7 വർഷം കൊണ്ട് ഒരു കത്രിക എടുത്ത് കഴിഞ്ഞിട്ടെങ്കിലും പ്രയാസം തീരും എന്ന് വിചാരിച്ചെടുത്ത് വീണ്ടും എത്രയോ കത്രിക എടുത്തതിന് ശേഷം തന്നെ ഒരുപാട് തവണ ഹോസ്പിറ്റലുകളിൽ വീണ്ടും പോകേണ്ട അവസ്ഥ വന്നു. ഇനി അടുത്ത ചൊവ്വാഴ്ച, അതായത് മറ്റന്നാൾ 21-ാം തീയതി അടുത്ത സർജറി. കത്രിക എടുത്ത സ്ഥാനത്ത് തന്നെ വീണ്ടും ഒരു ഫാറ്റ് രൂപത്തിൽ ഒരു ഗ്രോത്ത് വരുന്നുണ്ട്. അതിനെ റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരെ ആശ്രയിക്കാതെ ജീവിച്ചു പോയ ഞങ്ങൾ ഒരുപാട് കടബാധ്യതകളിലേക്ക് പോയി. ഇനിയും താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പം ഒരു ക്രൗഡ് ഫണ്ടിങ്, ഒരു ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാമെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ പ്രയാസം നമുക്കുണ്ടാകുന്നുണ്ടെങ്കിലും ഇപ്പോൾ അഭിമാനത്തേക്കാൾ നമ്മളെ ജീവനാണല്ലോ. 3 കുട്ടികൾക്ക് അമ്മ ജീവനോടെ ഇരിക്കണമല്ലോ. ആ ഒരു കാര്യം മാത്രം വിചാരിച്ചുകൊണ്ട് ഇപ്പം എല്ലാവരും മുന്നിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചതാണ്. ഇത്രയും വലിയ പിഴവ് സംഭവിച്ചിട്ടും ഇത്രയും തെളിവുകളുണ്ടായിട്ടും ഏതൊരു ചെറിയ കുട്ടിക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഇത്രയും വലിയ പിഴവ് ഇന്ന് ആളുകളുടെ അടുത്തും സംഭവിച്ചു എന്നറിഞ്ഞിട്ടും റിപ്പോർട്ട് വരട്ടെ, കുറ്റപത്രം വരട്ടെ എന്ന് പറഞ്ഞ് പല രൂപത്തിൽ നിന്ന് ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും ഇപ്പോൾ മൗനത്തിലാണ്. ഇനി വേറെ രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത സഹായം അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഒരു പ്രേക്ഷകൻ ആരാണെന്നറിയില്ല, ബഹുമാനപ്പെട്ട ആഷ്മിതാജ് ഇബ്രാഹിം സർ, കോഴിക്കോട് നിന്നും ഹർഷിനയുടെ SB അക്കൗണ്ട് ആൻഡ് മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞു തരാമോ? അക്കൗണ്ട് നമ്പർ ഒന്ന് കൊടുക്കാവോ? ഒരുപക്ഷെ ഇതുപോലുള്ള പ്രേക്ഷകർക്ക് സഹായകരമാവുമെങ്കിൽ, 10 രൂപയുടെ സഹായം ചെയ്യുന്നെങ്കിൽ അത് ചെയ്യട്ടെ. അത്രത്തോളം ഗുരുതരമായി എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത തെറ്റിന് ഒരു കത്രിക വയറ്റിൽ പേറി, കത്രികയാണെന്നറിയാതെ അതിൻ്റെ വേദന സഹിച്ച് അതിൻ്റെ സർജറി, തുടർ സർജറി, അങ്ങനെ ജീവിതം നരകതുല്യമായ ഒരു യുവതിയാണ് KK ഹർഷിന. ഇവിടെ താങ്കൾ പറയുന്നുണ്ട്, ഇതിപ്പോൾ അന്ന് ആരോഗ്യമന്ത്രി കൂടെയുണ്ട് എന്ന് പറയും. സമരത്തിനിറങ്ങുമ്പോൾ ആരോഗ്യമന്ത്രി പിന്നെയും പറയും കൂടെയുണ്ട്. വെറും വാക്കാണ്. കൂടെയുണ്ടെന്നല്ലാതെ കൂടെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഈ പറയുന്ന നഷ്ടപരിഹാരം വേണമെങ്കിൽ 2 ലക്ഷം രൂപ തരാം എന്നതിലേക്കൊക്കെ എത്തി. ആ നഷ്ടപരിഹാരം നിങ്ങൾ ഇക്കാലം അത്രയും ചെലവഴിച്ച തുകയുടെ അത്രയും പോലും വരില്ല. അതുകൊണ്ട് ആത്മാഭിമാനത്തിൽ ആ പണം വേണ്ട എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നു. അത് നല്ല തീരുമാനമാണ്. പക്ഷേ അന്ന് ആ കത്രിക അറ്റ്ലീസ്റ്റ് ഒരു കത്രിക ഉണ്ടായല്ലോ. ആ കത്രിക കണ്ടപ്പോഴെങ്കിലും ആ കുറ്റവാളികളെ കൃത്യമായി കണ്ടെത്തി സംരക്ഷിക്കാതെ നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ഈ നെഗ്ലിജൻസിന്റെ വാർത്തയ്ക്ക് ഒരു പരിധിവരെ കുറവുണ്ടാകും എന്ന് കരുതുന്നുണ്ടോ ഹർഷിന, അതിൻ്റെ ഇര എന്നുള്ള നിലയ്ക്ക്? തീർച്ചയായും അത് തന്നെ നമുക്ക് എപ്പോഴും പറയാനുള്ളത്. ഓരോ ചികിത്സാ പിഴവുകൾ സംഭവിക്കുമ്പോഴും നമുക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് കൂടുതലായിട്ടും 75% അതിനെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടേഴ്സ് മുഴുവൻ മോശക്കാരാണെന്നോ ആ സ്ഥാപനം മോശമാണെന്നോ ഒന്നും ഒരിക്കലും ഒരു അഭിപ്രായം നമുക്കില്ല. ഏറ്റവും നല്ല സ്ഥാപനമാണ്, ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പിഴവുകൾ വരുന്നതിൻ്റെ മുഖ്യമായ കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെ പിഴവുകൾ സംഭവിക്കുമ്പോൾ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും അത്രയും പകൽ പോലെ സത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും അതിന് കർശനമായൊരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇരകളെക്കാളേറെ കുറ്റവാളികളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു നയത്തിലാണ് ഇപ്പോൾ ഈ നമ്മൾ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്.
നന്ദി ഹർഷിന. മറ്റന്നാൾ എന്തായാലും ഹർഷിനയുടെ ഈ ചികിത്സാ പിഴവ് ആദ്യം കൊണ്ടുവന്ന മാധ്യമ സ്ഥാപനം 24 എന്നുള്ള നിലയ്ക്ക് മറ്റന്നാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ പോകുന്ന ഒരു സർജറിക്ക് കൂടി. അപ്പോൾ അത് പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ ഹർഷിനോട് പറയുന്നത് ഇത് ഈ കത്രിക കുത്ത് എന്ന ഭാഗത്ത് കൊഴുപ്പ് കൂടി പഴുപ്പുണ്ടാവുന്നു. ഇപ്പോൾ സർജറി കഴിഞ്ഞാലും അതിൻ്റെ തുടർ സർജറികൾ പിന്നെയും ഉണ്ടാകും. നോക്കൂ, ഒരു മെഡിക്കൽ അനാസ്ഥ എന്ന് പറഞ്ഞാൽ നഗ്നമായി പറയാവുന്ന ഒരു മെഡിക്കൽ അനാസ്ഥയ്ക്ക് ജീവിതകാലം മൊത്തം ആ വേദന പേറേണ്ടി വരുന്ന സർക്കാർ കൈവിട്ട ഒരു ഇരയുടെ ദുരവസ്ഥ.